യേശുക്രിസ്തുവിന്റെ പീഡാനുഭവസ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. കാൽവരിക്കുന്നിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ മാനവരാശിക്കായി ജീവൻ ബലിയർപ്പിച്ച ക്രിസ്തുദേവന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചത്. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കൽ കൂടിയായ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. പലപ്പോഴും കുരിശോടുകൂടി ഞാൻ നിലത്ത് വീണുപോകുന്നു. അത് എന്നെ പഠിപ്പിക്കണമെങ്കിൽ കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമെങ്കിൽ. നാലാം സ്ഥലം യേശു വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. കുരിശുയാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായി കിട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ 40 ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാത്തുവച്ചത്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കഴിയുന്നു. പുനലൂർ സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന വിവിധ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് പുനലൂർ രൂപതാധ്യക്ഷൻ ഡോക്ടർ സെൽവസ്റ്റർ പൊന്നുമുത്തൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കുരിശിന്റെ വഴിയും നടന്നു. സെന്റ് മേരീസ് കത്തീഡ്രലിൽ നിന്നാരംഭിച്ച കുരിശിന്റെ വഴി പുനലൂർ പട്ടണത്തിലെ വിവിധ സ്ഥലങ്ങൾ ചുറ്റി തിരികെ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നു. മാനവരാശിയുടെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ടാണ് യേശുക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടത്. മുൾക്കിരീടം ചൂടി ചാട്ടവാറടി കൊണ്ട് 136 കിലോയോളം തൂക്കമുണ്ടായിരുന്ന കുരിശ് ചുമന്ന് ക്രിസ്തുദേവൻ ഗാഗുൽത്ത മല കയറിയതെല്ലാം മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് യേശുദേവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മാനവരെല്ലാം എല്ലാ വർഷവും ദുഃഖവെള്ളി ആചരിക്കുന്നത്. ഫോക്സ് ടിവി ന്യൂസ്, പുനലൂർ.